അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫയാ ഇഖ്വാനി ഫില്ലാ. മഹാനായ അൽ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദി റഹിമഹുല്ലാ ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പ്രമുഖനായ പണ്ഡിതനാണ്. വിശേഷിച്ചും ഭാഷാ പണ്ഡിതനാണ്. അബു അബ്ദുറഹ്മാൻ അൽ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദി റഹിമഹുല്ലാ. ഹിജ്റ 170 അദ്ദേഹം വഫാത്താകുന്നത്. അറബി ഭാഷയിലെ ഒന്നാമത്തെ ഡിക്ഷണറിയായ അൽ ഐൻ എന്ന് പറയുന്ന ഡിക്ഷണറിയുടെ രചയിതാവ് കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ കവിതാ നിർമ്മാണ ശാസ്ത്രം ഇൽമുൽ അറൂദ് അതിൻ്റെ മുഅസ്സിസ് സ്ഥാപകൻ കൂടിയാണ് പ്രമുഖനായ അൽ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദി റഹിമഹുല്ലാ. അതുപോലെ തന്നെ ഭാഷയിലെ ഇമാമായിരുന്ന അൽ ഇമാം സിബവൈഹി റഹിമഹുല്ലയുടെ ഉസ്താദ് കൂടിയാണ്. അദ്ദേഹം പറയാണ്, മൻ നമ്മ ഇലൈക് നമ്മ അലൈക് വമൻ അഖ്ബറക ബിഖബരി ഗൈരിക് അഖ്ബറ അൻക ഗൈറക ബിഖബരിക്. മൻ നമ്മ ഇലൈക്, ആരെങ്കിലും നിന്നിലേക്ക് ഏഷണി ഉദ്ദേശിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വാർത്തകൾ എത്തിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഏഷണി ഉദ്ദേശിച്ചുകൊണ്ട് ദുരുദ്ദേശപരമായി മറ്റുള്ളവരുടെ വാർത്ത നിന്നിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ, നമ്മ അലൈക്, നിനക്കെതിരെയും അവൻ അത് ചെയ്യും എന്ന് പറഞ്ഞാൽ നിന്റെ വാർത്തകളും നിന്റെ കുറവുകളും മറ്റുള്ളവരിലേക്കും അവൻ എത്തിച്ചിരിക്കും. അതുപോലെ തന്നെ വമൻ അഖ്ബറക ബി ഖബരി ഗൈരിക്, മറ്റുള്ളവരുടെ വർത്തമാനങ്ങൾ നിന്നോട് പറയുന്നവൻ, അഖ്ബറ അൻക ഗൈറക ബി ഖബരിക്, നിന്റെ വാർത്തകളും നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളും മറ്റുള്ളവരോട് അവൻ പറഞ്ഞിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അഥവാ മറ്റൊരാളെ സംബന്ധിച്ച് അവരുടെ വിവരങ്ങൾ ഏഷണി ഉദ്ദേശിച്ചുകൊണ്ട് നിന്നോട് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവൻ നിന്നെക്കുറിച്ചും മറ്റുള്ളവരോട് ഏഷണി കൂട്ടി സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ കുറവുകളും രഹസ്യങ്ങളും വർത്തമാനങ്ങളുമൊക്കെ നിന്നോട് സംസാരിക്കുന്നവൻ നിന്നെക്കുറിച്ചും മറ്റുള്ളവരോട് പറയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇമാം റഹിമഹുല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം. നമീമത്ത് പറയുക, ഏഷണി പറയുക, ഏഷണി കൂട്ടുക എന്നുള്ളത് ഇസ്ലാം ശക്തമായി എതിർത്തിട്ടുള്ള വൻ പാപമാണ്. ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വേറെയും അതിൻ്റെ അപകടങ്ങൾ അറിയിക്കുന്ന കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും. നമീമത്ത് എന്നുള്ളത് വൻ പാപമാണ്. അത് സമൂഹത്തിലുണ്ടാക്കുന്ന അപകടങ്ങൾ ഏറെയാണ്, ഫസാദ്, കുഴപ്പങ്ങൾ ഏറെയാണ്. ഒരിക്കലും ഒരു വിശ്വാസിക്ക് യോജിക്കാത്ത കാര്യമാണ്. ശക്തമായി ഇസ്ലാം എതിർത്തിട്ടുള്ള തിന്മയാണ് നമീമത്ത് എന്നുള്ളത്, ഏഷണി കൂട്ടുക എന്നുള്ളത്. മറ്റുള്ളവരെ തെറ്റിക്കുന്നതിനു വേണ്ടി ഒരാളുടെ വിവരം അവിടെ പറഞ്ഞു കൊടുക്കുക, അവിടുത്തെ വിവരം ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ പരസ്പരം തെറ്റിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ഈ നമീമത്ത് എന്ന് പറയുന്ന ഗുരുതരമായ തിന്മ നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കണം. ഇവിടെ മറ്റുള്ളവർ നമ്മളോട് ഏഷണി കൂട്ടി മറ്റുള്ളവരുടെ വിവരങ്ങൾ നമ്മൾക്ക് കൈമാറുമ്പോൾ നമ്മളൊരിക്കലും അവനെ വിശ്വസിക്കരുത്. കാരണം അവൻ മറ്റുള്ളവരുടെ വിവരങ്ങൾ നമ്മൾക്ക് നൽകുന്നുണ്ടെങ്കിൽ നമ്മെക്കുറിച്ചും അവൻ മറ്റുള്ളവരോട് പറയാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഏഷണിയുമായി വരുന്ന ആളുകളുടെ സംസാരം നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അവർക്ക് നമ്മൾ നസ്വിഹത്ത് കൊടുക്കണം, അതിൽ നിന്ന് അവരെ തടയണം. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന തിന്മയെ നമ്മൾ വെറുക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ മോശം വിചാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി ചൂഴ്ന്നന്വേഷിക്കുക, ചാരപ്പണി നടത്തുക, ഈ പണി നമ്മൾ ഒരിക്കലും ചെയ്യരുത്. അതുപോലെ തന്നെ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരാൾ വന്നു പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മറ്റുള്ളവരോട് പറയുക, അവനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുക, ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. മറിച്ച് നമ്മൾ അവനെ ആ തെറ്റിൽ നിന്ന് മാറ്റി നിർത്തണം. നമ്മൾ ഏഷണി പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഏഷണിക്കാരൻ്റെ വർത്തമാനം നമ്മൾ കേട്ടു നിൽക്കാനും പാടില്ല. നമ്മൾ അതിൽ നിന്ന് അവനെ അകറ്റണം, അവൻ ഉപദേശിക്കണം. അവൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ വിശ്വസിക്കുകയും ചെയ്യരുത്. നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണിത്. മുൻഗാമികളിൽപ്പെട്ട ചില പണ്ഡിതന്മാരെ കുറിച്ച് പറയാറുണ്ട്, അവർ അടുത്തേക്ക് വല്ലവരും വന്ന് വാർത്ത പറയാണ്, നിന്നെക്കുറിച്ച്, താങ്കളെക്കുറിച്ച് ഇന്നയാൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറയുന്നവരോട് അവർ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? നീ പറഞ്ഞത് സത്യമാണെങ്കിൽ നീ ഒരു ഏഷണിക്കാരനാണ്. ഇനി നീ പറയുന്നത് കളവാണെങ്കിൽ നീ ഫാസിഖാൻ, തെമ്മാടിയാൻ, കളവ് പറയുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് തിരിച്ചു മറുപടി കൊടുക്കുന്നവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ.
അഥവാ പറയുന്നത് സത്യമാണെങ്കിൽ അവൻ എടുക്കുന്നത് ഒരു ഏഷണി പണിയാണ്. ഏഷണിക്കാരനാണ് അവൻ. ഇന്നയാൾ നിന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് നമ്മൾക്ക് വിവരം അറിയിച്ചു തരുന്നവൻ, ആ പണിയെടുക്കുന്നവൻ ഏഷണിക്കാരനാണ്. ഇനി അവൻ പറഞ്ഞത് കളവാണെങ്കിലോ അവൻ ഫാസിഖുമാണ് എന്നാണ് അവർ മറുപടി പറയാറുള്ളത്. അല്ലാതെ അവർ പറയുന്ന ഏഷണി കൂട്ടുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുക, എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത് മുൻഗാമികൾ ചെയ്യാറില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അല്ലാഹു തആല നാവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന തഖ്വയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.